AC മിലാൻ എന്ന ലോകോത്തര ക്ലബിൽ 6-ാം നമ്പർ ജേഴ്സിയുടെ ആയുസ് 1997 ജൂൺ 1 അവസാനിച്ചു. 20 വർഷത്തോളം തങ്ങളുടെ രക്തവും വിയർപ്പും നൽകി ആ ജേഴ്സിയെ ഒരു കവചം പോലെ അണിഞ്ഞൊരാൾ കളിക്കളം വിട്ടപ്പോഴാണ് AC മിലാൻ ആ തീരുമാനമെടുത്തത്. ഇനിമേൽ ഈ ക്ലബിൽ മറ്റൊരു കളിക്കാരനും 6-ാം നമ്പർ ജേഴ്സി അണിയാൻ പാടില്ല. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അത്രമേൽ അപൂർവമായ ആദരവ് നേടിയ ആ ഇതിഹാസത്തിന്റെ പേരാണ് ഫ്രാങ്കോ ബറേസി. വലിയ വിജയങ്ങൾക്ക് മുൻപ് ബറേസിയെ കാത്തിരുന്നത് കടുപ്പമേറിയ പരീക്ഷകളായിരുന്നു. 1980-കളുടെ തുടക്കത്തിൽ AC മിലാൻ 2 തവണ 2-ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ ഉയർന്ന തുക വാഗ്ദാനം ചെയ്ത് വിളിച്ചിട്ടും ബറേസി പക്ഷേ തന്റെ ക്ലബിനെ ഉപേക്ഷിച്ചില്ല. വെറും 22-ാം വയസ്സിൽ അദ്ദേഹം AC മിലാന്റെ ക്യാപ്റ്റനായി മാറി. തകർന്നു പോയ ആ ക്ലബിനെ വീണ്ടും യൂറോപ്പിന്റെ കൊടുമുടിയിലേക്ക് നയിക്കാൻ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചു. 1994 ജൂൺ 23 ലോകകപ്പിൽ നോർവേക്കെതിരായ മത്സരത്തിൽ ബറേസിയുടെ കാൽമുട്ടിലെ അസ്ഥിബന്ധത്തിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചു എന്നുവരെ ഡോക്ടർമാർ വിധിയെഴുതി. ന്യൂയോർക്കിൽ വെച്ച് ശസ്ത്രക്രിയ നടന്നു. എന്നാൽ കായിക ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വെറും 25 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 17 ബ്രസീലിനെതിരായ ലോകകപ്പ് ഫൈനലിൽ ഇറ്റലിയെ നയിക്കാൻ ബറേസി മൈതാനത്തിറങ്ങി. റൊമാരിയോയും ബെബറ്റോയും അടങ്ങുന്ന അന്നത്തെ ലോകത്തിലെ ഏറ്റവും മാരകമായ ബ്രസീൽ ആക്രമണ നിരയെ കഠിനമായ വേദനയും പേറി 120 മിനിറ്റ് നേരം ബറേസി ഒറ്റയ്ക്ക് പ്രതിരോധിച്ചു നിർത്തി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രതിരോധ പ്രകടനമായി ഇത് ഇന്നും വാഴ്ത്തപ്പെടുന്നു. 20 സീസണുകളിലായി AC മിലാന് വേണ്ടി മാത്രം 719 ഔദ്യോഗിക മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. തുടർച്ചയായി 15 സീസണുകളിൽ AC മിലാന്റെ ക്യാപ്റ്റനായിരുന്നു. 6 തവണ സീരിയ കിരീടം നേടി. 1991-92 സീസണിൽ ബറേസിയുടെ നേതൃത്വത്തിൽ AC മിലാൻ ഒരൊറ്റ മത്സരത്തിൽ പോലും തോൽക്കാതെയാണ് സീരിയ കിരീടം ചൂടിയത്. 1993-94 സീസണിലെ 34 ലീഗ് മത്സരങ്ങളിൽ നിന്ന് വെറും 15 ഗോളുകൾ മാത്രമാണ് ബറേസിയുടെ ഡിഫൻസ് വഴങ്ങിയത്. 2 യൂറോപ്യൻ കപ്പും 1 ചാമ്പ്യൻസ് ലീഗും നേടി. ഇറ്റലി ദേശീയ ടീമിനായി 81 മത്സരങ്ങൾ കളിച്ച ബറേസി 1982 ലോകകപ്പ് നേട്ടത്തിൽ പങ്കുവഹിച്ചു. 1990 നടന്ന ലോകകപ്പിൽ 3ാമതായ ഇറ്റലിയെ 1994 USA ലോകകപ്പിന്റെ റണ്ണേഴ്സ് അപ്പ് ആക്കി മാറ്റി. അന്ന് ബറേസിയായിരുന്നു ഇറ്റലിയുടെ ക്യാപ്റ്റൻ. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നിങ്ങനെ ലോകകപ്പിലെ 3 മെഡലുകളും സ്വന്തമാക്കിയ ചുരുക്കം ചില കളിക്കാരിൽ ഒരാളാണ് അദ്ദേഹം. മുന്നേറ്റ നിരക്കാർ വാഴുന്ന കാലത്ത് 1989 ബാലൻഡിയോർ പട്ടികയിൽ സഹതാരം മാർക്കോ വാൻ ബാസ്റ്റിന് തൊട്ടുപിറകിൽ 2ാം സ്ഥാനത്ത് എത്തിയത് ബറേസിയായിരുന്നു. 1999 AC മിലാന്റെ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച കളിക്കാരനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 2013 ഇറ്റാലിയൻ ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ ആദരിച്ചു. മുന്നേറ്റ നിരക്കാൾ ഗോളുകൾ നേടി കാണികളെ ആവേശഭരിതരാക്കുമ്പോൾ മികച്ച പ്രതിരോധക്കാരാണ് കിരീടങ്ങൾ നേടിത്തരുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തി. ശാന്തത, കളി വായിച്ചെടുക്കാനുള്ള കഴിവ്, അപാരമായ നേതൃപാടവം. ഫ്രാങ്കോ ബറേസി ഫുട്ബോളിന് നൽകിയ നിർവചനങ്ങൾ ഇവയൊക്കെയാണ്. ഫുട്ബോൾ മൈതാനങ്ങൾ ഉള്ളിടത്തോളം കാലം സാൻസിറോയിലെ ആ 6-ാം നമ്പർ ജേഴ്സിയും അതിനു പിറകിലെ ഇതിഹാസവും എല്ലാ കാലവും അമരക്കാരനായി നിൽക്കും.